ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി അരിയുണ്ടയാണ്. നാടൻ പലഹാരമാണ് നമ്മുടെ അരിയുണ്ട. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് ചമ്പാവരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയതാണ്. വെള്ളം തോർത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ചമ്പാവരി എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വെള്ള അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പച്ചരി ഒഴിച്ച് വേറെ ഏത് അരി വേണമെങ്കിലും എടുക്കാം. അരി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് മതിയാകും. ഇതിനെ നമുക്കൊന്ന് തണുപ്പിച്ച് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ടേസ്റ്റ് വ്യത്യാസമായിട്ട് നമുക്ക് 2-3 ഐറ്റം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ബദാം, കപ്പലണ്ടി, പിന്നെ എള്ളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് കറുത്ത എള്ളാണ്. അതും നമുക്കിതിലോട്ട് ചേർക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്ത രുചിയാണ് ഈ അരി ഉണ്ടയ്ക്ക്. കപ്പലണ്ടിയും മൂത്തതിന് ശേഷം നമുക്ക് എള്ളം ഇട്ട് കൊടുക്കാം. എള്ളിട്ടിട്ട് അധിക സമയം നമുക്ക് ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടടിച്ചാൽ മതിയാകും. ഇനി നമുക്ക് എള്ള് പൊടിക്കേണ്ട ആവശ്യമില്ല. കപ്പലണ്ടിയും ബദാമും നമുക്കിതിലോട്ട് പൊടിച്ച് ചേർക്കാം. ഒന്ന് നല്ല തണുത്തതിന് ശേഷം വറുത്ത് വെച്ചിരുന്ന അരി തണുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഒരു ചൂട് നിൽക്കുകയാണ് പൊടിച്ചെടുത്തത്. ഇതിലോട്ട് കപ്പലണ്ടിയും ബദാമും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ എള്ള് പൊടിക്കാതെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഓപ്ഷനിലാണ്. ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അരി ഉണ്ടയ്ക്ക്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കരയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ചൂടുണ്ട്. ചൂട് നിൽക്കി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് ഒരു വലിയൊരു പീസ് ശർക്കരയാണ് ഉരുക്കി എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് തന്നെ ഉരുക്കുക. നല്ലതുപോലെ തണുക്കരുത്. ഒന്ന് ചൂട് നിൽക്കുക തന്നെയാണ് ഈ അരിയുണ്ട നമുക്ക് തയ്യാറാക്കാനുള്ളത്. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഈ ശർക്കര കാച്ചിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഞാൻ ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ് ഇതിൽ തേങ്ങ ചേർക്കുന്നത്. അത് നമുക്ക് കുറച്ച് കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചൂട് ഉള്ളത് കൊണ്ടാണ് കൈകൊണ്ട് മിക്സ് ചെയ്യാത്തത്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൈവച്ച് മിക്സ് ചെയ്ത് ഉരുളകളാക്കി എടുക്കാം. ചെറിയ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ അരി ഉണ്ട ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ചെറിയ ഒരു ടിന്നിൽ അടച്ച് സൂക്ഷിച്ചാൽ മതിയാകും. അത് നല്ല തണുത്തതിന് ശേഷമേ അടച്ച് വയ്ക്കാവൂ. ചൂടോട് കൂടി തന്നെ ഉരുളകൾ പിടിക്കാൻ ശ്രദ്ധിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ഉറയാൻ പാടാണ്. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.